സ്പ്ലിറ്റ് കൊറേഷ്യ പാർട്ട് 1 വീഡിയോയ്ക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് കൊറേഷ്യയിലെ അഭിമാനമായിട്ടുള്ള ഒരേ ഒരു ടൂറിസ്റ്റ് പ്ലേസ്. ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരുപാടുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ദ ഓൾഡ് ടൗൺ. ഈ ഒരു ടൗണിലാണ് പണ്ട് രാജാവിൻ്റെ കോട്ട എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അതിൻ്റെ സ്റ്റോൺസും അതിൻ്റെ ആർക്കിടെക്റ്റും. ഇതെല്ലാം നമുക്കൊരു പഴയകാല ഫീലിംഗ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ വലിയ ടൂറിസ്റ്റ് ഒന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വന്നത് ഒരു ഒക്ടോബർ നവംബർ സമയത്താണ്. അത് ഏകദേശം ഒരു കോൾഡ് വെതറാണ്. എൻ്റെ ലക്ക് കൊണ്ട് ആ ഒരു പ്ലേസ്, ആ ഒരു സ്ഥലത്ത് അന്ന് 2-3 ദിവസം നല്ല സണ്ണി ഡേ ആയിരുന്നു എന്നാണ് എൻ്റെ ഗൈഡ് എൻ്റെ പറഞ്ഞത്. ആ പുള്ളിക്കാരി അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട് ആ പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് പൈസ കൊടുക്കണം. അവർ എല്ലാം കാണിച്ച് എല്ലാം കൊണ്ടുവരും. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഗൈഡ്. അപ്പം ഇവരെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇവർ ഓരോന്ന് പറയും. ഭാഗ്യത്തിന് ഈ പുള്ളിക്കാരി ജർമ്മൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ജർമ്മൻ അറിയാവുന്നതുകൊണ്ട് തൽക്കാലം എനിക്ക് മനസ്സിലായി. സോ ഇതിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഈ ഒരു സീനറി, ഈ ഒരു കടലിൻ്റെ തീരം. സോ അതെനിക്ക് വലിയൊരു പ്രത്യേക ഒരു വൈബായിരുന്നു ഇതെക്കുറിച്ച് നോക്കുമ്പോൾ. വാ, എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. സോ ഇറ്റ്സ് ആക്ച്വലി റിയലി ബ്യൂട്ടിഫുൾ ആണ്. സോ ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിന് ഇവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഓർ വൺ ഓഫ് ദ മോസ്റ്റ് നീറ്റ് വിസിറ്റഡ് പ്ലേസ് എന്നൊക്കെ പറയും. ഹാവ് ടു വിസിറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു പ്രത്യേക തരം നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ലൈക്ക് ഗെയിം. എവിടെയോ നമ്മളിത് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് പറയാൻ പറ്റും. ഗെയിം ഓഫ് ത്രോൺസ്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് സീൻസ് ഇൻ ഗെയിം ഓഫ് ത്രോൺസ്. ലൈക്ക് നമ്മുടെ ഡെനേരീസിൻ്റെ ഈ ഡ്രാഗൻസ് പിന്നെ ആ ചങ്ങലക്കിട്ട് വെച്ചേക്കത്തില്ലേ, ആ ഒരു സ്ഥലമാണിത്. എൻ്റെ പൊന്നെ, ഞാൻ സത്യം പറഞ്ഞ ഈ പുള്ളിക്കാർ പറയുന്നുണ്ട് ഈ ഗെയിം ഓഫ് ത്രോൺസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാർ ഗെയിം ഓഫ് ത്രോൺസ് പറഞ്ഞു ഡ്രാഗൺ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ കണ്ടത് ഇത് ഗെയിം ഓഫ് ത്രോൺസ് സംഭവം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. എനിക്ക് എൻട്രി ടു കയറുക, അതിൽ നിന്ന് വെളിയിറങ്ങുക. ഈ ഒരു സ്ഥലത്ത് അവർ പറയുന്നുണ്ട് ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ ഒരു സ്ഥലത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞത് ഈ ഒരു സമയത്ത് എക്സ്ട്രാ ചാർജാണ്. കാരണം വെച്ചാൽ ടൂറിസ്റ്റ് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് 2 ഇരട്ടി കൊടുക്കേണ്ടി വരും. ലൈക്ക് 40 to 50 euros കൊടുക്കേണ്ടി വരും. ലൈക്ക് പ്രൈവറ്റ് ടൂർ കണക്കാണെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും. സോ ബെറ്റർ നോട്ട് ടു ഗോ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ. സോ അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ വെളിയിലിറങ്ങി. ഈ ഒരു സ്ഥലം എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ലാത്ത സംഭവം. ഞാൻ പിന്നെ ഇതിപ്പോൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയായിരുന്നു. അത് കഴിച്ച് ഞാൻ നേരെ വന്നു അവിടത്തുള്ള വെളിയിലിറങ്ങി അവിടത്തുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു. അതും വെരി ബ്യൂട്ടിഫുൾ. ഫസ്റ്റ് ടൈം ഇവിടുത്തെ നമ്മൾ ശാന്തമായ ഒരു കടൽ കാണുമ്പോൾ ഒരുപാട് കപ്പലുകൾ നങ്കൂരിട്ട് കിടക്കുന്നു, വലുതും ചെറുതും ഒരുപാട് കപ്പലുകൾ. അതെല്ലാം കണ്ട് ലാസ്റ്റ് നമ്മൾ വീണ്ടും ഓൾഡ് ടൗണിലെ വേറൊരു ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നമ്മളൊരു ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ഇവിടെ ക്ലോക്ക് കണ്ടു. പക്ഷേ ക്ലോക്ക് വർക്കിംഗ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് വർക്കിംഗ്. സോ ഇതാണ് നമ്മൾ 4 സ്ഥലത്ത് 4 രീതിക്ക് റോഡുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനുള്ള, നമ്മൾ എന്താ പറയുക, 3 മുക്കും 4 മുക്കും എന്നൊക്കെ പറയത്തില്ല, അതേ കണക്ക് സ്പ്ലിറ്റിൽ 4 മുക്ക്. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ഒരു ചർച്ചിലേക്കാണ്. ഈ പുള്ളിക്കാരുടെ ചർച്ച് എന്നാണ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അതിനകത്ത് കയറി. പുള്ളിക്കാരി എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി എന്തോ വാങ്ങിക്കാൻ വേണ്ടി, എനിക്കറിയത്തില്ല, എന്തോ വാങ്ങിക്കാൻ വേണ്ടി അതിനകത്ത് കയറിയതാണ്. അപ്പം ഞാൻ ഇതേപോലെ നോക്കിയത് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ് ഇതേപോലെ കുമ്പസരിക്കാൻ അതിന് വേണ്ടി. ഇതൊരു മ്യൂസിയമാണ്, ഇതൊരു തിയേറ്ററാണ്, ഓൾഡ് തിയേറ്റർ. ഈ ഒരു സ്ഥലം
ഈ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ്. എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക വൈബാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ. ഇതുപോലെ യൂറോപ്യൻ വിശേഷങ്ങൾക്ക് വേണ്ടി എൻ്റെ ഫോളോ ചെയ്യുക, എൻ്റെ പേജ് ഫോളോ ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺ. പിന്നീട് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക, സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക. ബൈ.